ഫ്രണ്ട്സ്, നമ്മളേവരും പ്രതീക്ഷിച്ച ജാഫർ ഖാനും ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട്. ഈ ജാഫർ ഖാൻ ജാസ്മിൻ്റെ ബാപ്പയാണ് കേട്ടോ. ഏവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുവാണ്. ഈ ജാസ്മിൻ്റെ പേരിൽ ഒരുപാട് പഴിയേറ്റ ഒരു ഫാമിലിയാണ് ഈ ജാഫർ ഖാനും അവരുടെ ഫാമിലി. എല്ലാവരും അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. വീട്ടുകാരായാലും നാട്ടുകാരാണേലും അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹം തകർന്ന മനസ്സോടുകൂടി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം നമ്മുടെ ഗബ്രിയുടെ ഒരു മാല ഗബ്രിയുടെ എന്ന് പറയപ്പെടുന്ന ഒരു മാല എടുത്ത് മാറ്റിയിട്ട് വേറൊരു മാല കൊടുക്കുന്നുണ്ട്. പിന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതും ഇനി ബാപ്പയ്ക്ക് വേണം എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഒരു ബാപ്പ അദ്ദേഹം ഒരുപാട് അവഗണനകളും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം ആ ഫാമിലി അനുഭവിക്കുന്നുണ്ട്. ഞാനും ജാസ്മിനെ കുറ്റം പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ആ വീഡിയോ ഒരു ബാപ്പ ആ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നൊരുകയാണ്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടെന്ന് പോലും അറിയത്തില്ല. ഒരു പരിധി വരെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എല്ലാവരോടും മോള് പ്രായത്തിൽ ബഹുമാനിക്കണം, എല്ലാവരോടും മോളും ഇങ്ങനെ വഴക്ക് പിടിക്കാൻ പാടില്ല എന്നൊക്കെ കുറച്ച് ഉപദേശങ്ങൾ ജാസ്മിനെ ബാപ്പയെ ഓർത്ത് ആരോടും ഒന്നിനും വഴക്ക് പിടിക്കും, പിന്നെ പ്രായത്തിൽ മുതിർന്ന് എടാ പോടാന്നൊന്നും വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ ഉപദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിട്ട് ജാസ്മിൻ്റെ ഫാദറെ ബാപ്പയെ ഇത് വാൺ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പുറത്തെ കാര്യങ്ങളൊന്നും പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഒരു ഉപദേശം മകൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ മകള് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ജാസ്മിനും ഈ ഗബ്രിയായിട്ടുള്ള പ്രശ്നം അറിയാലോ. അവരൊരു ചെറിയൊരു ആളുകളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി തുടങ്ങി. ലാസ്റ്റായപ്പം ജാസ്മിൻ സീരിയസ് ആയി. ഗബ്രിക്ക് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഗബ്രി അവിടെ നിന്ന സമയത്തും ഗബ്രി ഇപ്പം ജാസ്മിൻ മാറുന്നൊക്കതിനും ഗബ്രിക്ക് ഇവിടെ ശ്രീധുവിന് ഒരു കണ്ണുണ്ടായത്. എന്ത് പറഞ്ഞാലും ജാസ്മിനല്ല ശ്രീധു. ഈ രണ്ട് പേരാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ തന്നെ ഇത് ചെയ്യുക, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ജാസ്മിൻ്റെ ഫാമിലി അവർ അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ, നമുക്കൊക്കെ വീടുകളും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ജാസ്മിനെ എന്തെങ്കിലും പറഞ്ഞോളൂ, ജാസ്മിൻ്റെ ഗെയിമിനെ പറയാം. പക്ഷെ അവരുടെ വീട്ടുകാരെ നമ്മൾ പറയാതിരിക്കുക. ഞാൻ അവരുടെ ഫാമിലിയെക്കുറിച്ചൊന്നും മോശമായിട്ട് ഞാൻ സംസാരിച്ചില്ല, വീഡിയോ ഇറക്കിയിട്ടില്ല. ഞാൻ ജാസ്മിനെ വിമർശിച്ച ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ജാസ്മിൻ തെറ്റ് ചെയ്തിട്ട് മാത്രം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ അച്ഛൻ വന്നു, ആ ബാപ്പ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭയങ്കര ഒരു മോള് ഇത്തരം പുറംലോകത്ത് ഇതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വിട്ട ഒരു കുട്ടി, ഇപ്പം ആളുകൾക്ക് കൂടുതലും പരിഹാസമായ ഒരു മോള്. അപ്പം അത് അവർക്ക് മാനസികമായി അവർ തകർന്നിട്ടുണ്ട് ആ ഫാമിലി. അപ്പോൾ ഇനിയെങ്കിലും അവരുടെ ഫാമിലി ഓർത്ത് ആരും അവരുടെ ഫാമിലിയെ വെറുതെ വിടുക. ഈ ഒരു അത് നമുക്ക് നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഫാമിലിയിൽ എന്തേലും വേദന. ആ ജാസ്മിൻ ആണ് ഒരു കുറ്റക്കാരൻ, അല്ല അവരുടെ ബാപ്പ അവരുടെ ഉമ്മയൊന്നും അല്ല. ഇപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ആ ബാപ്പ അവിടെ വന്ന് ആ മോളെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.